ഇൻഷോട്ട് എന്ന് പറഞ്ഞ ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വീഡിയോ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ന്യൂ കൊടുക്കുക. ന്യൂവിൽ പോയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ വരും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോസും വീഡിയോസും അതിലോട്ട് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് നെക്സ്റ്റ് അടിക്കുക. അത് കഴിയുമ്പോൾ ഇങ്ങനെ വരും. ഇത് വന്നു കഴിയുമ്പോൾ നമുക്ക് അവിടെ താഴെ കണ്ടോ ആ 3 ക്ലിപ്സിൽ ഏത് വേണമെങ്കിലും ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റും. അതിൻ്റെ കൂടെ ഇപ്പം നമുക്കൊരു പിക്ചർ ആഡ് ചെയ്ത് കൊടുക്കണോ, വീഡിയോ ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഇങ്ങനെ താഴത്തെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ സ്പീഡ് കൂട്ടാനും ഡിലീറ്റ് ചെയ്യാനും, വേണ്ടാത്ത ക്ലിപ്പ് ഡിലീറ്റ് ചെയ്യാനും ട്രിം ചെയ്യാനും ഒക്കെ പറ്റും. അതേപോലെ ഒരേ വീഡിയോ തന്നെ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. അതിന് ആ വീഡിയോ സെലക്ട് ചെയ്തിട്ട് ഇപ്പോൾ ഇവിടെ ഓപ്ഷൻ ഉണ്ടാവും സ്പ്ലിറ്റ് എന്ന് പറഞ്ഞിട്ട്, അത് സെലക്ട് ചെയ്ത് ആ വീഡിയോ 2 പാർട്ടായിട്ട് വരും. സെക്കൻഡ് പാർട്ടിന് നമുക്ക് ആ വീഡിയോയിൽ ഓൾറെഡി ഒരു ഓഡിയോ ഉണ്ടാവുമല്ലോ, അത് വേണമെങ്കിൽ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ഓഡിയോ വേണമെങ്കിൽ വെക്കാനും ക്യാൻസൽ ചെയ്ത് കളയാനും നമുക്ക് പറ്റും. വീഡിയോക്ക് ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ഇപ്പോൾ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് അല്ലേ, നമ്മൾ അത് സെലക്ട് ചെയ്യാം. ഏത് ക്ലിപ്പാണോ വേണ്ടത് അത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അതിൽ നമുക്ക് കളേഴ്സ് കൊടുക്കാം. സോളിഡ് ആയിട്ടുള്ള കളേഴ്സ് ഉണ്ട്, ഗ്രേഡിയൻ കളേഴ്സ് ഉണ്ട്, പാറ്റേൺസ് ഉണ്ട്, ടെക്സ്ചേഴ്സ് ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ആദ്യത്തെ ക്ലിപ്പിന് ടെക്സ്ചർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓൾറെഡി ക്ലിപ്ഡ് ആയിട്ടുള്ളതാണെങ്കിൽ അതിൻ്റെ ക്ലിപ്പ് തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലർ ആക്കിയിട്ട് കൊടുക്കാനൊക്കെ പറ്റും. നമുക്ക് ഇഷ്ടമുള്ള കളറ് സെലക്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാൻ പറ്റും. ബാക്ക്ഗ്രൗണ്ടിൻ്റെ പൊക്കത്ത് നമുക്ക് ഏത് സൈസിൽ ഫോട്ടോയോ വീഡിയോ വരണോ എന്നുള്ളത് നമുക്കത് സെലക്ട് ചെയ്യാൻ പറ്റും. ആ ക്ലിപ്പ് സെലക്ട് ചെയ്തിട്ട് ക്യാൻവാസ് സെലക്ട് ചെയ്താൽ നമുക്ക് ക്രോപ്പ് സെലക്ട് ചെയ്താലും നമുക്ക് ചെയ്യാൻ പറ്റും, അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ടെക്സ്റ്റ് ആഡ് ചെയ്യണം. ആ വീഡിയോയിൽ എന്തെങ്കിലും എഴുതി കാണിക്കാന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് ആഡ് ചെയ്യാം. ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അവിടെ പോയിട്ട് നമുക്ക് ടെക്സ്റ്റോ സ്റ്റിക്കേഴ്സോ എന്താണെന്ന് വെച്ചാൽ ആഡ് ചെയ്ത് കൊടുക്കാം. അവിടെ നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. സ്റ്റിക്കേഴ്സ്, GIF ഒക്കെ നമുക്ക് അവിടെ സെർച്ച് ചെയ്തെടുക്കാം. നമുക്ക് എന്താണോ വേണ്ടത് അത് സെർച്ച് ചെയ്യാം. ഇതിപ്പോൾ ഹേ എന്ന് പറഞ്ഞിട്ട് അവിടെ ഉള്ളതാണ്. അതിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്താൽ അവിടെ നമുക്ക് വീഡിയോയുടെ ഏത് പോർഷനിൽ വേണമെങ്കിലും ടെക്സ്റ്റ് ആഡ് ചെയ്യാം. ഇപ്പം നമുക്ക് ഈ വീഡിയോയിൽ ഈ ക്ലിപ്പിൽ ആഡ് ചെയ്യുന്നതാണെങ്കിൽ അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യാം. ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിലും പല കളറിൽ നമുക്ക് ടെക്സ്റ്റ് കൊടുക്കാൻ പറ്റും, പല ഫോണ്ടിൽ കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ട് സെലക്ട് ചെയ്തിട്ട് ഇഷ്ടമുള്ള സൈസിൽ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്കത് എവിടെയാണോ അറേഞ്ച് ചെയ്യേണ്ടതെന്നുള്ളത് അവിടെ അറേഞ്ച് ചെയ്ത് വെക്കാം. ടെക്സ്റ്റ് മാത്രമല്ല, വീഡിയോക്ക് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ആ ഒരു ഓപ്ഷൻ ഉണ്ട്. ആ വീഡിയോ നമ്മൾ സെലക്ട് ചെയ്യുക. ഏതിനാണോ നമുക്ക് എഫക്റ്റ് ആഡ് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്തിട്ട് അവിടെ എഫക്റ്റ് ഓപ്ഷൻ ഉണ്ട്. അതിൽ നമുക്ക് ഇവിടെ കുറേ ഫ്രീ ആയിട്ടുള്ളത് അവൈലബിൾ ആയിട്ടുണ്ടാവും എഫക്ട്സ്. നമുക്കതിൽ നിന്ന് കുറേ ഉണ്ട്. ഇഷ്ടമുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ സ്ലോ സൂം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ പയ്യെ തുടക്കം മുതൽ ഇങ്ങനെ സൂം ആയിട്ട് വരും. നമുക്ക് ഇഷ്ടം ഏതാണോ നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോക്ക് ചെയ്യുന്നത് അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ഇൻറ്റൻസിറ്റി അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. ഫിൽറ്റേഴ്സ് ആഡ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻസും ഉണ്ട്. ലാസ്റ്റ് ഫോട്ടോയിൽ ഇപ്പോൾ ഫിൽറ്റർ ആഡ് ചെയ്യണമെന്ന് ഓർത്തോ, അപ്പോൾ ആ ഫോട്ടോ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഫിൽറ്റേഴ്സ് ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് കുറേ ഫിൽറ്റേഴ്സ് അവൈലബിൾ ആയിട്ട് വരും. അപ്പോൾ അവിടെ നമ്മൾ സെലക്ട് ചെയ്യുന്നതനുസരിച്ച് കളർ ചേഞ്ച് ആവുന്നതും കാണാം. നമുക്ക് വീഡിയോക്കാണെങ്കിലും അങ്ങനെ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത വീഡിയോക്ക് ഇപ്പോൾ മ്യൂസിക് ആഡ് ചെയ്യണം ബാക്ക്ഗ്രൗണ്ടിൽ, അപ്പോൾ അതും ചെയ്യാൻ പറ്റും. അപ്പോൾ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ കൊണ്ടുപോയി വെച്ചിട്ട് അവിടെ മ്യൂസിക് ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മൈ മ്യൂസിക് എന്ന് പറഞ്ഞാൽ ഇതാണ്. അതപ്പോൾ നമ്മുടെ ഫോണിൽ ഡൗൺലോഡഡ് ആയിട്ടുള്ള മ്യൂസിക്സ് ആയിരിക്കും അവിടെ കാണിക്കുന്നത്. അപ്പോൾ ആ മ്യൂസിക്സ് വേണമെങ്കിൽ അത് ആഡ് ചെയ്യാം. അല്ലെങ്കിൽ ഇൻഷോട്ട് തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് സെർച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ബീച്ചിൻ്റെ വീഡിയോ ആയതുകൊണ്ട് ബീച്ചിൽ നിന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ ആ ഒരു ഓഡിയോ വരും. അത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഏത് പാർട്ട് വേണോ അത് ആഡ് ചെയ്ത് കൊടുക്കാം. സൗണ്ട് കൂട്ടണോ സൗണ്ട് കൂട്ടാം, കുറയ്ക്കാം. ആ പാട്ടിൻ്റെ ഏത് പോർഷൻ വേണം അത് വേണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് അങ്ങനെ നമുക്ക് നമ്മുടെ കൺവീനിയൻസിനനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ആ വീഡിയോക്ക് അനുസരിച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മ്യൂസിക്. എന്നിട്ട് ബാക്കിയുള്ളത് ഡിലീറ്റ് ചെയ്ത് കളയാം. എങ്ങനെയുണ്ടെന്ന് നമുക്ക് എന്നിട്ട് പ്ലേ ചെയ്ത് നോക്കാനും പറ്റും ചെയ്യുന്നുണ്ടോ. വീഡിയോയിൽ ആനിമേഷനോ ട്രാൻസിഷനോ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അവിടെ താഴെ തന്നെ ക്ലിപ്സ് ഒക്കെ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ഇങ്ങനെ ഒരു വൈറ്റ് കളർ ബോക്സ് ഉണ്ടാവും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ ട്രാൻസിഷൻ ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഒരെണ്ണം സെലക്ട് ചെയ്ത് അപ്ലൈ ടു ഓൾ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാത്തിനും വരും. ഓരോന്നിനും ഡിഫറെൻറ്റ് വേണമെങ്കിൽ ഓരോന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാനും പറ്റും. ചെയ്ത വീഡിയോ സേവ് ചെയ്യാൻ വേണ്ടി പൊക്കത്ത് എക്സ്പോർട്ട് എന്ന് പറഞ്ഞ ബട്ടൺ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുക. അത് കഴിയുമ്പോൾ ഒരു ആഡ് വരും. അത് കഴിഞ്ഞിട്ട് ആ ആഡ് കഴിയുമ്പോൾ തന്നെ വീഡിയോ തന്നെ സേവ് ആയിക്കോളും, ഗാലറിയിലോട്ട് സേവ് ആവും.